പത്രമാറ്റിൻ്റെ ഉടൻ വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നന്ദുവിൻ്റെ കല്യാണ ദിവസമാണ് കേട്ടോ. അനന്തപുരിയിൽ നിന്നും എല്ലാവരും എത്തിയിട്ടുണ്ട്. അനിയോട് ഈ കല്യാണത്തിന് പങ്കെടുക്കരുതെന്ന് കനക ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. മണ്ഡപത്തിലേക്ക് വരനും കൂട്ടരും എത്തുമ്പോൾ നയനയോട് കനക പറയും, മോളെ നീ ചെന്ന് നന്ദുവിനെ കൂട്ടിക്കൊണ്ടുവാ എന്ന് പറഞ്ഞ് നയന പോകാനിറങ്ങുമ്പോൾ നവ്യ ഓടി വരികയാണ് കേട്ടോ. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയും, അമ്മേ നന്ദു എന്തേ, അവിടെയൊന്നും കാണുന്നില്ലല്ലോ അവളെ എന്ന് പറയുകയാണ്. ഇത് കേട്ട് കനകാകെ ഷോക്കായി പോവുകയാണ്. അവൾക്കാണെങ്കിൽ ഈ കല്യാണത്തിന് അത്രയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സമ്മതിച്ചെന്നേ ഉള്ളൂ. ഈശ്വര, ഇനി അനിയുമായി അവളെങ്ങാനും ഒളിച്ചോടിയോ? അങ്ങനെ പലവിധ ചിന്തകളും കനകയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് ദേവയാനിക്കും നയനിക്കും ആദർശനും ഒക്കെ തോന്നുന്നത്. ജാനകിക്കാണെങ്കിൽ ആകെ കൂടി വല്ലാത്തൊരു ഞെട്ടലാണ് കേട്ടോ. തനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തവളുമായി തൻ്റെ മകൻ കയറി വരുമെന്ന് ഓർത്തിട്ട് അവർക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ അമ്പരപ്പോടെ ഇരിക്കുകയാണ് കേട്ടോ. ഇതൊന്നും അറിയാതെ അനി കാറിൽ വരികയാണ് കേട്ടോ. നയനയ്ക്കാണെങ്കിൽ ആദർശിന് സംശയം വരികയാണ്. കാരണം നന്ദുവിനെ വേറൊരാൾ കല്യാണം കഴിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ അനി ഒരു ഭ്രാന്തനെ പോലെയാണ്. അതുകൊണ്ട് ആദർശേട്ടൻ്റെ ഭാഗത്തു നിന്നും നന്ദുവിനെ അവന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നതാണ്. ഇനി ആദർശേട്ടൻ അറിഞ്ഞു തന്നെ രണ്ടുപേരും ഒളിച്ചോടിയതാണോ എന്നാണ് നയനയുടെ സംശയം. എന്നിട്ട് നയന ചെന്ന് ആദർശനോട് ചോദിക്കുകയാണ്ടോ, നിങ്ങൾ അറിഞ്ഞാണോ അവർ പോയിരിക്കുന്നത്? നീ എന്താ ഈ പറയുന്നത് നയനെ? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരെയും വിളിച്ചു വരുത്തി നിന്നെയും നിന്റെ വീട്ടുകാരെയും നാണം കെടുത്തുന്ന പണി ഞാൻ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ലടി. അപ്പോൾ മുത്തശ്ശി പറയും, അവൾ ഇവിടെ എവിടെയെങ്കിലും ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിപ്പുണ്ടോ എന്ന് നോക്ക്, അല്ലാതെ എവിടെ പോകാനാ? എല്ലാവരും അവളെ നോക്കുകയാണ് കേട്ടോ. ഇതിനിടെ ജലജ ജാനകിയെ ചൂടുപിടിപ്പിക്കുകയാണ്. ജാനകി, നമ്മുടെ അനി കൈവിട്ടു പോയെന്നാ തോന്നുന്നത്. അവൾ കൊണ്ടുപോയി കാണും. ഉടൻ തന്നെ ജലജ ഫോൺ കട്ട് ചെയ്തിട്ട്, ജാനകി അവരോടൊന്ന് ഓടിപ്പോയെന്ന് ഇപ്പോൾ എന്നെ സെക്യൂരിറ്റി വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ചെറുക്കനും ചെറുക്കൻ്റെ അമ്മയും ഞെട്ടൽ മാറാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജാനകി പറയും, ഇനിയിപ്പോൾ ആരും എങ്ങും പോയി നോക്കണ്ട. ആരാ ഇവിടെ ഇരിക്കുന്നത്? ആരെ കാണിക്കാനാണ് ഈ മണ്ഡപം ഒരുക്കിയത്? ഇത് കേട്ട് നയന ചോദിക്കും, ചെറിയമ്മ എന്താണ് ഈ പറയുന്നത്? പിന്നല്ലാതെ ഇത് എന്താ ഇവിടെ കാണിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് എന്തിനാ? ഇതിന് കൂട്ടു നിന്നിട്ട് നാടകം കളിക്കുന്നു. ഇത് കേട്ട് ആദർശ് പറയും, ചെറിയമ്മേ അറിയാത്തത് പറയരുത്, ഇവരെന്ത് ചെയ്തെന്നാ? അപ്പോൾ ജലജ പറയും, ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഇങ്ങനെ. ഇവളുടെ ചേച്ചി തന്നെ ഒളിച്ചോടി വന്നതല്ലേ അമ്മേ, ഇതിപ്പോൾ ഇവിടെ പറയാൻ എന്താ കാര്യം എന്ന് നവ്യ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അഭി പറയും, അമ്മ പറഞ്ഞതിൽ എന്താടി തെറ്റ്? നീ എൻ്റെ കൂടെ ചാടി വന്നതല്ലേ? നിർത്തടാ, നിന്റെ അച്ഛനും ഇതുപോലെ തന്നെയാ പോയത്. എപ്പോൾ എന്ത് സംസാരിക്കണമെന്ന് നിങ്ങൾ അമ്മയ്ക്കും മോനും അറിയില്ല എന്ന് ദേവയാനി അഭിയോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും, മതി, എല്ലാവരും നിർത്ത്. മണ്ഡപത്തിൽ എല്ലാവരുടെയും മുന്നിൽ നിന്നാണോ ഈ വഴക്ക് കൂടുന്നത്? ജലജ, നീ ഇനി ഒരു അക്ഷരം മിണ്ടരുത് എന്ന് മുത്തശ്ശി താക്കീത് നൽകുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി പറയും, ചേട്ടത്തി, നമ്മളറിയാതെ ഇവിടെ എന്തോ നടക്കുന്നുണ്ട്. എല്ലാത്തിനും പിന്നിൽ ഈ നയനയാണ്. നന്ദുവിൻ്റെ കല്യാണം അനിയായിട്ട് നടത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവളാണ്. ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നതും കനകയാണ്. ജാനകി, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇത് കേട്ട് ആദർശ് പറയും, എന്തിനാണ് ആവശ്യമില്ലാതെ അമ്മയെ കുറ്റപ്പെടുത്തുന്നത്? എന്നിട്ട് കനക പറയും, എൻ്റെ മകൾ നയന എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം കളയുന്ന ഒരു കാര്യവും ജീവൻ പോയാലും ചെയ്യില്ല. അറിഞ്ഞുകൊണ്ട് എൻ്റെ മോള് അവളുടെ അനിയത്തിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കില്ല. മതി നിന്റെ നാടകം. നിനക്കൊക്കെ എന്താണ് ലക്ഷ്യമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ 2 മക്കളുടെയും വിവാഹം എങ്ങനെയാണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ അതിനുവേണ്ടി എത്ര കള്ളങ്ങളാണ് പറഞ്ഞത്? ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നന്ദുവിനെയും ഞങ്ങളുടെ വീട്ടിലേക്ക് അയക്കണമെന്നാണല്ലേ നീ ആഗ്രഹിക്കുന്നത്? അപ്പച്ചി നിർത്തിക്കോ. എൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുന്നെന്ന് കരുതണ്ട. കല്യാണത്തിന് വന്ന അതിഥിയെ അപമാനിക്കരുതെന്ന വിവേകം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ക്ഷമിക്കുന്നത് എന്ന് നയന പറയുകയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ നാണമില്ലേ ഇങ്ങനെ കിടന്ന് വഴക്കുകൂടാൻ? ജലജെ, നിന്റെ മകൻ്റെ കാര്യങ്ങൾ എന്നെക്കൊണ്ട് കൂടുതൽ വിളമ്പിക്കരുത്. എടാബി, നിന്റെ അമ്മയോട് മിണ്ടാതിരിക്കാൻ പറയും. അജയ, നിന്റെ ഭാര്യയെ നീയും നിലക്ക് നിർത്തിക്കോ എന്ന് മുത്തശ്ശി പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ ജാനകിയോട് പറയും, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ അഭിമാനം കളയരുത്. എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കും അറിയില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഗോവിന്ദൻ. നന്ദു ഒരു ചെറിയ കുട്ടിയൊന്നുമല്ല വഴിതെറ്റിപ്പോകാൻ. അവളെ നോക്കാൻ അവൾക്കറിയാം. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. ഇവിടെ ആർക്കും ഈ സംഭവവുമായി ഒരു ബന്ധവുമില്ല എന്ന് ജയനും പറയുകയാണ് കേട്ടോ. പിന്നെ ആദർശം നയനയും കൂടി നന്ദുവിനെ എല്ലായിടവും നോക്കുകയാണ് കേട്ടോ.
പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് കേട്ടോ. നന്ദുവിനെ ആരോ കസേരയിൽ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നെ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എന്തിനാണ് കൊണ്ടുവന്നത്, ഹലോ എന്നൊക്കെ പറഞ്ഞ് നന്ദു അലറി വിളിക്കുകയാണ്. അപ്പോഴാണ് അനാമിക അവളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അനാമികയെ കണ്ട് നന്ദുവിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നെ ഇവിടെ വന്നത് അപ്പോൾ നീയാണല്ലേ, നിനക്ക് ജയിലിൽ കിടന്നിട്ടും മതിയായില്ലല്ലേ എന്ന് നന്ദു ചോദിക്കുകയാണ് കേട്ടോ. ഇല്ലടി, ഞാൻ ജയിലിൽ പോകാൻ കാരണക്കാരായ ഓരോരുത്തരോടും ഞാൻ പക വീട്ടിയിരിക്കും എന്ന് അനാമിക പറയുകയാണ് കേട്ടോ. നിർത്തടി, എന്നെ മര്യാദക്ക് നീ അഴിച്ചുവിട്ടോ, ഇല്ലെങ്കിൽ 15 ദിവസമല്ല ജീവിതകാലം മുഴുവനും നീ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതേടി, ജീവിതകാലം മുഴുവനും ഞാൻ ജയിൽ ശിക്ഷ അനുഭവിച്ച് തന്നെ തീർക്കും. പക്ഷേ എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിച്ചിട്ടേ പോകൂ. കോടതിയിൽ ഞാൻ തെറ്റ് ചെയ്തതെന്ന് തെളിയിച്ച് എന്നെ ജയിലിലടച്ചു. എന്നിട്ട് നീയും നിൻ്റെ ചേച്ചിയും അനിയെ കൊണ്ട് വിവാഹമോചനം നേടാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ലോകത്തിന് മുന്നിൽ ഒരു കുറ്റവാളിയായി എന്നെ മുദ്രകുത്തി. നിങ്ങൾ അനുഭവിക്കണം, എല്ലാവരും അനുഭവിക്കണം. എൻ്റെ ആദ്യ ലക്ഷ്യം അത് നീയാണ് എന്ന് അനാമിക പറയുമ്പോൾ നന്ദു ചോദിക്കും, അത് അത്ര എളുപ്പമാണെന്ന് നീ കരുതുന്നുണ്ടോ? നിന്നെ ഇവിടെ കൊണ്ടുവരാമെങ്കിൽ എനിക്ക് കഴിയില്ലെന്ന് നിനക്കും തോന്നുന്നുണ്ടോ എന്ന് അനാമിക നന്ദുവിനോട് തിരിച്ചു ചോദിക്കുകയാണ്. എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് നീ എന്ത് നേടാനടിയെന്ന് നന്ദു ചോദിക്കുമ്പോൾ അനാമിക പറയുകയാണ്, നിന്റെ വിവാഹം മുടക്കാൻ എനിക്ക് പറ്റിയില്ലേ, മതി, അതെനിക്ക് വിജയം തന്നെയാടി. നിന്നെയും അനിയെയും കുറിച്ച് ഞാൻ പറഞ്ഞത് എല്ലാവരും വിശ്വസിക്കും. കല്യാണത്തിന് വന്നവരെല്ലാം നീ ഇഷ്ടമുള്ളവനുമായി ഇറങ്ങിപ്പോയതെന്ന് കരുതും. ഇതിനോടകം തന്നെ ജലജയെപ്പോലുള്ളവർ പലതരത്തിൽ നിനക്കെതിരെ കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. പിന്നീട് ജലജയാണ് കേട്ടോ കാണിക്കുന്നത്. ജലജ പറയുകയാണ്, നിന്റെ കടങ്ങൾ തീർക്കാൻ വേണ്ടി നീ കണ്ടെത്തിയ മാർഗം കൊള്ളാം കനകെ. മൂന്നാമത്തെ മരുമകനും വന്നു കയറുമ്പോൾ അവളുടെ കടങ്ങളെല്ലാം തീരുമെന്ന് അവൾ കരുതി. കനകയാണെങ്കിൽ ഒന്നും മിണ്ടാനാകാതെ ഇരുന്ന് കരയുകയാണ് കേട്ടോ. പിന്നീട് എടി, ഈ അനാമികയുടെ പ്രതികാരം പാമ്പിൻ്റെ പ്രതികാരം പോലെയാണ്. എൻ്റെ ജീവിതം ഇങ്ങനെയാകാൻ കാരണക്കാരിയായ അനിക്കൊപ്പം നീയും ജീവിതകാലം മുഴുവൻ എന്നെപ്പോലെ വിവാഹമില്ലാതെ കഴിയണം. നിന്നെ കാണുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ എന്ന് അനാമിക പറയുകയാണ് കേട്ടോ. ഇതുകൊണ്ടൊന്നും നിനക്കൊരു ലാഭവും ഉണ്ടാൻ പോകുന്നില്ലടി എന്ന് നന്ദു പറയുമ്പോൾ എനിക്ക് ലാഭമൊന്നും വേണ്ടടി. നിനക്ക് നഷ്ടം വരുന്നുണ്ടോ? നിന്റെ കുടുംബത്തിന് നാണക്കേടുണ്ടാകുന്നുണ്ടോ? അതു മതി എനിക്ക്. ഇപ്പോൾ തന്നെ നിന്നെ അനന്തപുരിക്കാർ ആ പടിക്കകത്തേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല. നിനക്ക് വേണ്ടി എന്നെ വേണ്ടെന്ന് വെച്ച അനി മരണം വരെ ഒറ്റയ്ക്കായിരിക്കും. നിനക്ക് നിന്റെ മേൽ വീണ അപവാദം മാറ്റാൻ കഴിയാതെ ഭ്രാന്തിയായി നടക്കുന്നത് ഞാൻ കാണും. അനാമികേ, ഇതിനോടകം തന്നെ നീ ഒരുപാട് തെറ്റുകൾ ചെയ്തു. ഇപ്പോൾ നീ ഈ ചെയ്യുന്നത് വലിയ തെറ്റാണ്. എൻ്റെ പേര് ചീത്തയാക്കി നീ ജയിച്ചെന്ന് സന്തോഷിക്കുന്നുണ്ടാകും. പക്ഷേ ഈ സത്യം പുറത്തു വന്നാൽ നിയമം നിന്നെ വെറുതെ വിടില്ല. അപ്പോൾ നിന്നെ ആര് രക്ഷിക്കുമടി എന്ന് നന്ദു ചോദിക്കുകയാണ് കേട്ടോ. എനിക്ക് രക്ഷപ്പെടേണ്ടടി, നിൻ്റെ ജീവിതം നശിന് കണ്ടാൽ മതി എനിക്ക്. ഇനി നിങ്ങൾ രണ്ടുപേരും വിവാഹിതരായി വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നാട്ടുകാർ നിങ്ങളെ പേപ്പട്ടികളെ പോലെ കാണും. ആ അപമാനം സഹിക്കാനാവാതെ നിന്റെ അമ്മ ചത്തുകളയും. അതാണടി എൻ്റെ ടാർഗറ്റ്. നിന്നെ ഇനി ആർക്കും ഇവിടെ നിന്നും രക്ഷിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.